اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ തവണ നമ്മൾ പറഞ്ഞ ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. എന്നാൽ ഈ ഒരു തസ്ബീഹിന്റെ വചനം നമ്മൾ ഉരുവിടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിന്റെ അർത്ഥം നമ്മൾ ആലോചിക്കലുണ്ടോ? ആ സുബ്ഹാനല്ലാഹ് ഉരുവിടുമ്പോൾ വിശ്വാസിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായി ഉച്ചരിക്കാൻ കഴിയുന്ന അർത്ഥവ്യാപ്തിയുള്ള ഈ പദത്തെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വിശ്വാസികളായ നമുക്ക് ഒരുപാട് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വാക്കാണ്. ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഭാര്യക്ക് ഇഷ്ടമുള്ളത് ഏതാണ്, നമ്മുടെ ഭർത്താവിന് ഇഷ്ടമുള്ളത് ഏതാണ്, മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളത് ഏതാന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് ഉണ്ട് എന്ന് പറയുമ്പോ അത് എന്താണ് എന്നും അത് ഏതാണ് എന്നും അത് ഞാൻ പഠിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന മിൻ അഹബ്ബിൽ കലാമി ഇലല്ലാഹി അൻ യഖൂലൽ അബ്ദ്. വാക്കുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്തെന്നറിയുമോ? ഒരു അടിമ ഉച്ചരിക്കുന്ന വാക്കുകളിൽ വെച്ച് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്നുള്ളത് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്നാണ്. അത് അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ഉരുവിടുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട നാമമാണ് സുബ്ബൂഹ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്താ അതിന്റെ അർത്ഥം? അൽ മുനസ്സഉൽ മുഖദ്ദസി അനിൽ നഖായിസി വൽ ഉയൂൻ. ന്യൂനതകളെ തൊട്ടും കുറവുകളെ തൊട്ടും
പരിശുദ്ധൻ എന്നുള്ള അർത്ഥമാണ് പ്രിയപ്പെട്ടവരെ അതിനുള്ളത്. അതുകൊണ്ട് ആ സുബ്ഹാനല്ലാഹ് വിശ്വാസികളായ നമ്മൾ ഉരുവിടേണ്ടതുണ്ട്. എങ്ങനെ? അർത്ഥമറിഞ്ഞുകൊണ്ട്. എപ്പോൾ? ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ ജീവിതത്തിൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ അവസരങ്ങൾ നൽകുന്നുണ്ടോ അതിലൂടെ എല്ലാം നീ സുബ്ഹാനല്ലാഹ് ഉരുവിടുമ്പോൾ നീ നിന്റെ റബ്ബിനെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ് എന്നുള്ള ബോധത്തോടുകൂടി ഉച്ചരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ ദിക്റുകളിൽ പോലും ഇത് നമ്മളെ പഠിപ്പിച്ചു. റുകൂയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. സുബ്ഹാന റബ്ബിയൽ അളീം. മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാം. സുബ്ബൂഹും ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. പ്രിയപ്പെട്ടവരെ, സുജൂദിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അതുപോലെ തന്നെ റുകൂഇലും സുജൂദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക റബ്ബനാ അല്ലാഹുമ്മ ഗഫിർലി. അവിടെയൊക്കെ നമ്മള് പരിശുദ്ധമാക്കപ്പെട്ട ആ റബ്ബിന്റെ നാമത്തെ നമ്മൾ വാഴ്ത്തുകയാണ്, നമ്മൾ ഉച്ചരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ 80 തവണ അതിൽ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തസ്ബീഹിനെ പരാമർശിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 7 സൂറത്തുകളുടെ സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത് തസ്ബീഹ് കൊണ്ടാണ്. എത്രയെത്ര അധ്യായങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്തു കൊള്ളുക. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ മാത്രമാണോ അല്ലാഹുക്ക് തസ്ബീഹ് ചെയ്യുന്നത്? അല്ല, ജീവജാലങ്ങളും ഭൂമി ലോകത്ത് എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സൂറത്തു അംബിയായിലെ 79ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുട്ടോ വസഖർനാ മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്വൈറ വകുന്നാ ഫാഇലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദാവൂദിനോടൊപ്പം തസ്ബീഹ് ചെയ്യുന്ന നിലയിൽ പർവ്വതങ്ങളെയും പറവകളെയും നാം കീഴ്പ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വകുന്നാ ഫാഇലീൻ, നാം ഇങ്ങനെയും ചെയ്യുന്നവരാകുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പർവ്വതങ്ങളും ജീവജാലങ്ങളും എല്ലാം അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷെ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് കൃത്യമായ ബോധമുണ്ടാകണം, കൃത്യമായ ചിന്തയുണ്ടാകണം. എന്റെ റബ്ബിനെ ഞാൻ പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളത് ഉച്ചരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് എന്തെന്നറിയോ? അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് മൻ ഫിസ് സമാവാതി വൽ അർളി വത്വൈറു സാഫാത്ത്. വിശ്വാസികളെ, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരും അണിനിരന്നുകൊണ്ടുള്ള പറവകളും അല്ലാഹുവിന് തസ്ബീഹ് നടത്തുന്നു. ഈ ഭൂലോകത്ത് നമ്മുടെ കണ്ണിൽ കാണുന്നതും നമ്മുടെ കണ്ണിൽ കാണാത്ത എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങളെല്ലാം അല്ലാഹുവിന് തസ്ബീഹ് നടത്തുമ്പോ പ്രിയപ്പെട്ടവരെ, അത് എത്രത്തോളം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ള സൃഷ്ടിജാലകങ്ങൾ ഇത് ചെയ്യുമ്പോ നമ്മൾ അതിനെ എത്ര ഗൗരവത്തോടുകൂടി നമ്മളത് നിർവഹിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നു, ജീവജാലങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു. അതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ മലക്കുകൾ
അവരെ കുറിച്ച് റബ്ബ് പറയാണ്, വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, മലക്കുകൾ അവരുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കുക, മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനവും തേടുന്നു. അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അറിയണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പൊറുക്കുന്നവരും കരുണാനിധിയുമായിട്ടുള്ളവനാകുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ആയത്താണ് അല്ലേ പ്രിയപ്പെട്ടവരെ? ആ മലക്കുകള് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചൊല്ലുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ, നാം ഈ തസ്ബീഹുകൾ ഉരുവിടുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? നമുക്കുള്ള മെച്ചം എന്താണ്? മനുഷ്യരെല്ലാവരും ഇന്ന് ഓഫറിന്റെയും സൗജന്യത്തിന്റെയും പിറകിൽ പോകുന്ന ആളാണ്. വിശ്വാസികളായ നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ മഹനീയമായ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓഫറുകളെ കുറിച്ച്, നമുക്ക് നൽകിയ സൗജന്യങ്ങളെ കുറിച്ച്, നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു ഗുണം എന്നുള്ളത് മനസ്സംതൃപ്തിയും മനസ്സമാധാനവുമാണ്. നമ്മൾ തസ്ബീഹ് നടത്തുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സംതൃപ്തിയും അതുപോലെ തന്നെ മനസ്സമാധാനവും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വിഷമങ്ങൾ എത്രയാണ്? നോക്കിയേ നിങ്ങള്, നമ്മുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോ ഇപ്പൊ ഇരിക്കുന്ന ഓരോ ആളുകളുടെ ജീവിതത്തിലും അവരുടേതായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അല്ലാഹു അതെല്ലാം നമുക്ക് ദൂരീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറയുകയാണ്, നബിയേ, ഇവർ പറയുന്നതിനെ പറ്റി താങ്കൾ ക്ഷമിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയേ, താങ്കൾ ക്ഷമിച്ചു കൊള്ളുക. وسبح بحمد ربك قبل طلوع الشمس وقبل غروبها. സൂര്യോദയത്തിന് മുമ്പും അസ്തമനത്തിന് മുമ്പും നീ നിന്റെ റബ്ബിനെ നീ പ്രകീർത്തിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ. രാത്രി സമയങ്ങളിലും പകലിന്റെ ഭാഗങ്ങളിലും നീ നിന്റെ റബ്ബിനെ നീ പ്രകീർത്തിച്ചു കൊള്ളുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലഅല്ലക തർളാ, നബിയേ, നിനക്ക് തൃപ്തിയുണ്ടാകും നബിയേ, നിനക്ക് മനസ്സിൽ സമാധാനമുണ്ടാകും നബിയേ. നീ നിന്റെ റബ്ബിനെ എല്ലാ സമയവും നീ വാഴ്ത്തിക്കൊണ്ടിരിക്കുക, നീ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്ന പ്രയാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തസ്ബീഹ് നമ്മൾ നടത്തണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, വമ്പിച്ച പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര താല്പര്യം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ അത് നേടിയെടുക്കാൻ, അവിടേക്ക് എത്താൻ, അത് കരസ്ഥമാക്കാൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലിഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ പദങ്ങളുണ്ടല്ലോ, ഈ പദങ്ങൾ
സുബ്ഹാനല്ലാഹ് എന്നുള്ള ആ പദമുണ്ടല്ലോ, അത് പറയലാണ്. അഹബ്ബു ഇലയ്യ മിമ്മാ തുലഅത് അലൈഹി ശംസ്, ഭൂമിയിലുള്ള എല്ലാം ലഭിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ സുബ്ഹാനല്ലാഹ് പറയലാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ തസ്ബീഹിനെ ഉരുവിടാൻ സഹോദരി സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, പടച്ചവനെ നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് വാഴ്ത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ജീവിതത്തിൽ നിനക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കടന്നു വന്നപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നിനക്ക് സാധ്യമായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അതിന് കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മാനസിക വിഷമങ്ങൾക്കുള്ള പരിഹാരമാണ് തസ്ബീഹ് എന്നുള്ളത്. മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിഷമങ്ങൾക്കുള്ള പരിഹാരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽക്കേണ്ടി വന്ന ത്യാഗങ്ങളുടെ കഥകൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ നമ്മൾ പഠിച്ചവരാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ഒരു മനോവിഷമം നേരിട്ടപ്പോൾ, അത്തരത്തിലുള്ള ഒരു പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽക്കേണ്ടി വന്നപ്പോൾ അതിന് പരിഹാരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. നബിയെ, തീർച്ചയായും നാം അറിയുന്നുണ്ട്, അവർ പറഞ്ഞു വരുന്നത് കൊണ്ട് നിന്റെ നെഞ്ച് നെരുങ്ങിപ്പോകുന്നു എന്ന്. അവരുടെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് നബിയെ നാം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നിന്റെ രക്ഷിതാവിനെ നീ നന്നായി സ്തുതിക്കുക നബിയെ. വകുൻ മിനസ് സാജിദീൻ, നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. നോക്കൂ നിങ്ങൾ, ആ മനോവിഷമം മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നബിയേ, നീ നമ്മെ തസ്ബീഹ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ? നമസ്കാരം കഴിഞ്ഞ നമ്മളൊക്കെ ചെല്ലുണ്ട്, പക്ഷെ അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിൽ തട്ടി നമ്മൾ ചെല്ലുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വരലാണ്. ഓരോ പദങ്ങളും ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുക. നാലാമത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെ പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനുഷ്യരെന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തിന്മകളുടെ ലിസ്റ്റുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സുഭദ്രമായിരിക്കുകയാണ്, ഭദ്രമാണ്. ഒരാൾക്ക് പോലും അതിൽ നിന്ന് തെന്നിപ്പോകാൻ സാധ്യമല്ല. നുരകൾ പോലും, കടലിലെ നുരകളോളം നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം, അവൻ പൊറുക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി നമുക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ശ്രേഷ്ഠനാകുന്ന വ്യക്തി സുബ്ഹാനല്ലാഹ് തസ്ബീഹ് നടത്തിയവനായിരിക്കും. ആറാമതായി നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യരായ നമ്മളെല്ലാവരും മനോദുഃഖങ്ങൾ കൊണ്ടും മനോവിഷമങ്ങൾ കൊണ്ടും നമ്മൾ പേറി നടക്കുകയാണ്. പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളല്ല നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ മക്കളിൽ നിന്ന് ലഭിക്കുന്നത്, നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമുക്ക് ആനന്ദമാക്കേണ്ടതുണ്ട്, നമുക്ക് നന്മയാക്കേണ്ടതുണ്ട്. അതിനുള്ള പരിഹാരം നമുക്ക് ചരിത്ര പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം. നീനബ പ്രദേശത്തേക്ക് അല്ലാഹുവിന്റെ ദഅവത്ത് നടത്തുവാൻ വേണ്ടി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുകയാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്താൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു അവസ്ഥ ജീവിതത്തിലുണ്ടായി.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ നിയോഗിച്ചാൽ റബ്ബിന്റെ കൽപ്പന ലഭിക്കണം പ്രിയപ്പെട്ടവരെ, അവിടെ തിരിച്ചു പോരാൻ. സംഗതി വശാൽ അദ്ദേഹം കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഈ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ സംഗതി വശാൽ അദ്ദേഹത്തിനെ കടലിലേക്ക് എടുത്തെറിയേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായി. ആ കടലിലേക്ക് എടുത്തെറിയേണ്ടി വന്ന അവസ്ഥയുണ്ടായപ്പോൾ വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ പോയി അദ്ദേഹം കുടുങ്ങി. ഇരുട്ട് നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ, ഒരു വെളിച്ചം പോലുമില്ലാത്ത വലിയ ഒരു മത്സ്യത്തിന്റെ അകത്ത് പോയി അദ്ദേഹം കുടുങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വളരെ സിമ്പിളായി, വളരെ കൂളായി പടച്ച റബ്ബ് ആ പ്രവാചകനെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഖുതുബയുടെ ഏറ്റവും മർമ്മപ്രധാനമായി എന്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് ഉപദേശിക്കുവാനുള്ളത് അതാണ്. ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണെന്നറിയോ? സൂറത്ത് സ്വാഫാത്തിലെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രകൃതം എങ്ങനെയുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ? അദ്ദേഹം നമ്മെ എപ്പോഴും ഇങ്ങനെ തസ്ബീഹ് നടത്തുന്ന ആളായിരുന്നു. അല്ലാഹ് പറയുന്നു, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. എങ്കിൽ അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ടവനല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ നമ്മെ തസ്ബീഹ് നടത്തുന്ന ഒരു ആളായിരുന്നില്ല എങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹത്തെ നാം കിടത്തുമായിരുന്നു. അന്ത്യനാള് വരെ അദ്ദേഹത്തെ നാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടത്തുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ചു പോവുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? അദ്ദേഹം എപ്പോഴും നമ്മെ ഇങ്ങനെ സ്തുതിക്കുന്ന ആളായിരുന്നു എന്നാണ്. കിട്ടുന്ന സമയത്തൊക്കെ അല്ലാഹുക്ക് തസ്ബീഹ് നടത്തുന്ന ആളായിരുന്നു മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പരീക്ഷണം എന്നോളം അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഇങ്ങനെ കിടന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫനാദാ ഫിൽ ദുലുമാത്. ആ ഇരുട്ട് നിറഞ്ഞ അന്ധകാരങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത. പടച്ചോനെ, നീയല്ലാതെ ആരാധനില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, നീ എത്രയോ പരിശുദ്ധനാണ് റബ്ബേ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ. തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടവനായിരിക്കുന്നു റബ്ബേ, എന്നെ നീ രക്ഷിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പാഠമില്ലേ നമുക്ക്? പഠിക്കുവാനില്ലേ നമുക്ക്? ചിന്തിക്കുവാനില്ലേ നമുക്ക്? എത്രയോ ഭീതിജനകമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമുക്ക് പാഠമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും നമുക്ക് നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ അർത്ഥമറിഞ്ഞ്, ആശയമറിഞ്ഞ് അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ് എന്ന ബോധത്തോടു കൂടി തസ്ബീഹ് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
അയ്യുഹന്നാസ് ഉസ്വീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തസ്ബീഹ് ചൊല്ലുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലെ ഏറ്റവും വലിയ മറ്റൊരു നേട്ടമാണ് പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ റഹ്മത്തും മലക്കുകളുടെ പ്രാർത്ഥനയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളായ നമ്മളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി കൊണ്ട് നിങ്ങൾ സ്മരിച്ചുകൊള്ളുക. അല്ലാഹുവിനെ എപ്പോഴും ഇങ്ങനെ തഹ്ലീലായിക്കൊണ്ടും തസ്ബീഹായിക്കൊണ്ടും തഹ്മീദായിക്കൊണ്ടും തഹ്ലീലായിക്കൊണ്ടും ഇങ്ങനെ സ്മരിക്കുക അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീലാ. കാലത്തും വൈകുന്നേരവും അവന് നിങ്ങൾ തസ്ബീഹ് ചെയ്യുകയും ചെയ്യുക. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു. നിങ്ങളുടെ മേൽ അനുഗ്രഹം നേരുന്നവനത്രേ അവൻ. വമലായികതുഹു, അവന്റെ മലക്കുകളും. എന്തിനു വേണ്ടിയാണ്? ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുത്താൻ വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, മലക്കുകളുടെ പ്രാർത്ഥനയും ആഗ്രഹിക്കാത്ത വിശ്വാസി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഒരു നല്ലൊരു നിയ്യത്തെടുത്ത് ആ തസ്ബീഹ് നടത്തുമ്പോ അതിനു പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട് എങ്കിൽ ആ പടച്ച റബ്ബിന് നമ്മളോടുള്ള കാരുണ്യം, സ്നേഹം, ഇഷ്ടം എത്രയാണ് എന്ന് ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന, മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിക്കുവാനുള്ളത് അല്ലാഹുവിന്റെ ഭവനമായ പള്ളി. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാടുകളിലുള്ള പള്ളികളാകട്ടെ, അതുപോലെ തന്നെ മദ്രസകളാകട്ടെ, മറ്റു ദീനിയായ വിദ്യാഭ്യാസ മേഖലകളെല്ലാം ആകട്ടെ, അതൊക്കെ മറ്റുള്ളവരുടെ, ഒരുപാട് ആളുകളുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിക്ക് ഈ ഒരു മാസത്തിൽ ഒരുപാട്, ഏകദേശം ഒരു 23 രൂപയോളം ബാധ്യതകളുണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നികത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലാഹുവിന്റെ ഭവനത്തെ നമ്മൾ സഹായിച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള പ്രതിഫലം നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വരുമാനം എത്രയാണ് എന്നുള്ളത് നമുക്ക് മാത്രമാണ് അറിയുന്നത്. ഉള്ളതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കളക്ഷനിലേക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങളുടെ പോക്കറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമായ സംഖ്യ കൊടുത്ത് നല്ല നിയ്യത്തോടുകൂടി പ്രിയപ്പെട്ടവരുടെ നിന്ന് നിങ്ങൾ വിട പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം നമ്മൾ എത്ര സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയാലും, ഏക്കർ കണക്കിന് സ്ഥലം നീ മേടിച്ചു കൂട്ടിയാലും, നിന്റെ അക്കൗണ്ടിലുള്ള സംഖ്യകൾ നീ പെരുപ്പിച്ചാലും, നീ മരണപ്പെട്ടു പോകുമ്പോ നിന്റെ പൊന്നുമകൻ ആ ഖബറിലേക്ക് അത് കൊണ്ടുപോയി വെക്കുന്നില്ല. നിന്റെ ഭാര്യ അതിനുവേണ്ടി വസിയത്ത് ചെയ്യുന്നില്ല. മറിച്ച് നീ ഉണ്ടാക്കിയ സമ്പത്തിന്റെ, നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിന്റെ സ്വതക്കയും സകാത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹുവിനോട് മറുപടി പറയേണ്ടവരാണ് നമ്മൾ എന്നുള്ള ബോധത്തോടുകൂടി, എന്റെ ഖബറിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ള ചിന്തയോടുകൂടി, ഇവിടെ പള്ളിക്ക് വേണ്ടി ഒരു ഫാൻ കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പണം കൊണ്ട് ഇവിടെ ഒരു മുസല്ല വിരിച്ചു, ഒരു ഫാൻ വെച്ചു, അത് ആരൊക്കെ ഉപയോഗിക്കുന്നുവോ, ആ മുസല്ല ഉപയോഗിച്ച് ആരൊക്കെ നമസ്കരിക്കുന്നുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെയൊക്കെ പ്രതിഫലം
നമ്മൾ മരണപ്പെട്ടു പോയാലും സ്വതഖത്തുൻ ജാരിയയായി ഒടുകുന്ന രൂപത്തിൽ നമ്മുടെ ഖബറിലേക്ക് അത് ലഭിക്കുമെന്നുള്ളതാണ്. ആ ഒരു നിയ്യത്തോടു കൂടി പ്രിയപ്പെട്ടവരെ അതിലേക്കുള്ള നിങ്ങളുടെ കാര്യമായി കൊണ്ടുള്ള ഒരു സംഭാവന അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നിർവഹിക്കുന്ന എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അയൽവാസികൾ, നമുക്ക് ഇൽമു പറഞ്ഞു തന്ന അധ്യാപകർ, അതുപോലെ തന്നെ നമ്മുടെ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന, അവർക്ക് നന്മ ചെയ്യുന്ന, അവരെ പരിപാലിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, അവർക്ക് ഖാദിമായി ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന യഥാർത്ഥ മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.